ഹലോ, അമ്മാമ്മയുടെ പെൻഷൻ കാശ് പോയ വഴി എന്താണെന്നല്ലേ നോക്കാം. മോളുടെ ആദ്യ കുർബാന സ്വീകരണമായിരുന്നല്ലോ. അപ്പോൾ മോൾക്ക് സൈക്കിളാണ് അമ്മാമ്മ ആ സമ്മാനം കൊടുക്കാനായിട്ട് വിചാരിച്ചിരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ തലൂർ ഡെക്കാത്തലോൺ ആ ഷോറൂമിലേക്കാണ് പോയത് കേട്ടോ. വലിയ ഷോറൂമാണ് എന്ന് പറഞ്ഞാൽ എല്ലാ സംഭവങ്ങളും ഇവിടെ ഉണ്ട്. കണ്ടില്ലേ, ഷൂസ്, സൈക്കിള്, എന്തൊക്കെ വേണം. ഇപ്പോൾ ഈ പറയുന്ന കുറച്ചൊക്കെ വീഡിയോസ് ഞാൻ എടുത്തിട്ടുണ്ട്. എല്ലാ സംഭവങ്ങളും അവിടെയുണ്ട്. നമുക്കവിടെ സൈക്കിൾ ഓടിക്കാം, എത്ര നേരം വേണമെങ്കിലും ഓടിക്കാം. നമ്മുടെ ഇഷ്ടത്തിനുള്ള വണ്ടി കിട്ടുവാണെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ ഓടിക്കാനുണ്ടാവും. കുറേ പിള്ളേരുകൾ വന്നിട്ടുണ്ട് വാങ്ങാനായിട്ട്. അവരവിടെ ഓടിച്ച് നടക്കുന്നുണ്ട്. തലയിൽ വയ്ക്കാനായിട്ട് ഹെൽമെറ്റൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. അവിടെ എങ്ങാനും പിള്ളേർ വീണാൽ അവർ അതിന് ഉത്തരവാദികളാവാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ വന്നപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ റേറ്റൊന്നും കുഴപ്പമില്ല, ഭയങ്കര ക്വാളിറ്റിയുള്ള സംഭവങ്ങളൊക്കെയാണെന്നാണ് പറയണത്. VIP ഇതാകുമ്പോൾ പൊതുവെ അങ്ങനെ ഒരു ഇതാണല്ലോ, വില കുറഞ്ഞത് കിട്ടുമ്പോൾ പറയും അതിനുള്ള ക്വാളിറ്റി കുറവാണെന്ന് പറയും. വില കൂടിയ സാധനം എല്ലാവരും പറയും അതിനുള്ള ഗുണമുള്ളത് കൊണ്ടാണെന്ന് പറയും. പക്ഷേ എല്ലാ കാര്യങ്ങളിലും അങ്ങനെയല്ല, വ്യത്യാസമുണ്ട് അല്ലേ. നമ്മൾ സാധാരണ ഇപ്പോൾ ചിലവർക്കൊക്കെ വില കുറഞ്ഞ ഡ്രസ്സ് എടുക്കാൻ ഭയങ്കര മടിയാണ്. വില കൂടിയ ഡ്രസ്സ് എടുത്ത് ഇത്ര രൂപയാണെന്ന് പറയും. പക്ഷേ അതിനേക്കാളും വില കുറഞ്ഞ ഡ്രസ്സ് വേറെ നല്ല ഭംഗിയുള്ളതുണ്ടാവും അല്ലേ. അതുപോലൊക്കെ തന്നെ എല്ലാം കുറേയൊക്കെ അങ്ങനെയും സംഭവിക്കാറുണ്ട്. ഇവിടെ നമ്മൾ ഈ പിള്ളേർ വീഴാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ബാലൻസ് വീൽ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ സെപ്പറേറ്റ് പിടിപ്പിക്കണേ 1000 രൂപ വേറെ. ഈ സൈക്കിളിൻ്റെ വില 6000 സംതിങ് ആണ് കേട്ടോ. അപ്പോൾ അതിന് കൂടെ ഈ 1000 ഇതും പിന്നെ ഫ്രണ്ടിൽ വയ്ക്കാനുള്ള കൊട്ട, സ്റ്റാൻഡ്, ഇതിനൊക്കെ സെപ്പറേറ്റ് 1000 നോക്കുമ്പോൾ ഒരു 10 രൂപയുടെ അടുത്ത് വരുന്നുണ്ട്. പക്ഷേ നമ്മൾ മറ്റുള്ള സൈക്കിൾ കടയിൽ എനിക്ക് തോന്നുന്നു ഓൾറെഡി അതെല്ലാം പിടിപ്പിച്ചിട്ടായിരിക്കും തരുന്നുണ്ടാവുക. എന്തായാലും ഇത്രയും വലിയ ഷോറൂമിലേക്ക് വന്നിട്ടുള്ളൊരു എക്സ്പീരിയൻസും ആയി. അപ്പോൾ ഇവിടുത്തെ ഈ സംഭവങ്ങളൊക്കെ കണ്ടിട്ട് അമ്മ അപ്പോഴേ പറഞ്ഞു തുടങ്ങി നമുക്ക് പോവാം, ടൗണിലെവിടെയെങ്കിലും പോകാമെന്ന് പറഞ്ഞു തുടങ്ങി കേട്ടോ. അപ്പം നോക്കട്ടെ എന്ന് പറഞ്ഞാൽ നമ്മളങ്ങനെ വെയിറ്റ് ചെയ്യാണ്. ഒരാൾക്കെങ്കിലും എടുത്തിട്ട് പോകാൻ, ചെറുതാണെങ്കിൽ ഭയങ്കര വാശി തുടങ്ങി. അവൾക്ക് എടുക്കാനാണ് വന്നതെന്ന് വെച്ചാലും അവനാണ് തിരക്ക്, ചെറുതിനാണ് തിരക്ക്. അങ്ങനെ പിന്നെ ചേച്ചിയുടെ രണ്ടാമത്തവനും സൈക്കിൾ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ മൊത്തം 3 സൈക്കിൾ വാങ്ങാനാണ് നമ്മളിപ്പോൾ വന്നേക്കണത് കേട്ടോ. അപ്പോൾ ഇവിടെ വന്നതാ ഓടിക്കലൊക്കെ തുടങ്ങി. അപ്പോൾ ഇവൾക്ക് കുറേ നാൾ ടച്ച് വിട്ടതുകൊണ്ട് തന്നെ ബാലൻസ് വേണം എന്ന് കരുതിയിട്ടപ്പോൾ പിന്നെ ബാലൻസ് വീൽ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനത്തെയാണ് നോക്കണത്. ഇത് ചേച്ചിയുടെ മൂത്ത മകനാണ് കേട്ടോ. അപ്പോൾ രണ്ടിനെയും കൊണ്ട് അവിടെ ഒക്കെ ഓടിക്കുന്നത് അവനാണ്. ചെറുതിനൊരു ഹെൽമെറ്റൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് അവിടുത്തെ സ്റ്റാഫ്. അപ്പോൾ അവനും അവിടെ കിടന്ന് ഓടിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇങ്ങനെയൊക്കെയാണ് വില എന്ന് പറഞ്ഞപ്പോൾ തന്നെ അമ്മാമ്മയുടെ മുഖം ശരിയല്ല. അമ്മ ആകെ കലിപ്പിലാണ്. ഇതറിഞ്ഞ് ഇങ്ങോട്ട് വരില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് പെറുക്കാണ് കേട്ടോ. ഈ പൈസയ്ക്ക് 3 സൈക്കിളല്ല 4 സൈക്കിൾ കിട്ടുമെന്നൊക്കെ പറഞ്ഞിട്ടാണ് ആൾ എണ്ണി പറക്കണത്. അപ്പോൾ എന്തായാലും അവിടെ നിന്ന് നമ്മൾ പോയി, നൈസായിട്ട് അവിടെ നിന്ന് സ്കൂട്ടായി. അപ്പോൾ മാക്സിമം നമ്മളിവിടെ ഇങ്ങനെയൊക്കെ കളിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ പോയത് നേരെ നടത്തറയുള്ള ഈ ഷോറൂമിലോട്ടാണ് കേട്ടോ. ഡിലക്സ് സൈക്കിൾ എന്നാണ് ഇവിടെ പേര്. അപ്പോൾ ഓട്ടോറിക്ഷക്കാരൻ ചേട്ടൻ അതിനാണ് നമ്മളങ്ങോട്ട് കൊണ്ടുപോയത്. അവിടെ കൊണ്ടുപോയപ്പോൾ എല്ലാത്തിനും ഭയങ്കര വില കുറവ്. നമ്മളവിടെ കണ്ട അതേ സെയിം സാധനങ്ങൾ തന്നെ. ചെറുതിൻ്റെ സൈക്കിളിന് അവിടെ 6000 പറഞ്ഞെങ്കിൽ ഇവിടെ 4000 ഉള്ളൂ. അതുപോലെ വലിയവരുടെ സൈക്കിൾ അവിടെ 8000 പറഞ്ഞത് ഇവിടെ 6000 ഉള്ളൂ. പിന്നെ ഈ ബാലൻസ് വീലിനും ഈ കൊട്ട വയ്ക്കുന്നതിനൊന്നും സെപ്പറേറ്റ് പൈസ ഇല്ല കേട്ടോ, ഒക്കെ ഓൾറെഡി അതിന് തന്നെ ഉണ്ട്. അങ്ങനെ 3 സൈക്കിളും കൂടിയിട്ട് നമുക്കൊരു 17 സംതിങ്ങിന് കിട്ടി. അവിടെ ആണെങ്കിൽ 30 രൂപ ആയേനെ. അപ്പോൾ അങ്ങനെ ഹാപ്പി ആയി. അവർക്ക് ഇഷ്ടപ്പെട്ട കളറും കിട്ടി. അവിടെ അങ്ങനെ കളർ സെലക്ഷനൊന്നുമില്ല. ഇവൻ അവിടെ ആദ്യം തന്നെ വന്നിട്ട് ആ ഒരു കിളിപ്പച്ച കളറുമ്പേക്ക് വേറെ പോയി 4000 ഉള്ളൂ കേട്ടോ. അതെടുത്തു. ഇതാ മൂത്തവനുള്ള സൈക്കിള് ഇതാണ് എടുത്തത്. ഇതിനും 6800 7000 അടുത്തുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതാണ് അവൻ സെലക്ട് ചെയ്തത് കേട്ടോ. ചെറുത് മോൾക്ക് ഒരു പിങ്ക് കളറാണ് എടുത്തത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കളറുകളൊക്കെ കിട്ടി. 3 പേരും ഭയങ്കര ഹാപ്പിയായി. നടത്തറയിലാണ് കേട്ടോ ഈ ഡിലക്സ് സൈക്കിള്. നല്ലോണം നമുക്കത് കഴിഞ്ഞിട്ടും പിന്നെ ഈ ചേച്ചി വില കുറച്ച് തന്നു. പിള്ളേർ റോട്ടിൽ കൂടെ തന്നെ ഓട്ടം തുടങ്ങി. അപ്പോൾ അങ്ങനെ അമ്മാമ്മയുടെ പെൻഷൻ കാശ് അങ്ങനെ പോയി കിട്ടി. അപ്പോൾ ഇതൊക്കെ ആയിരുന്നു വിശേഷം. അങ്ങനെ നമ്മൾ സൈക്കിളൊക്കെ കയറ്റി വീട്ടിലോട്ട് ഓട്ടോറിക്ഷയിൽ തന്നെ വേറൊരു ഓട്ടോ വിളിച്ച് 2 സൈക്കിൾ കയറ്റി, ഒരെണ്ണം ഞങ്ങൾ വന്ന വണ്ടിയിൽ തന്നെ കയറ്റി ഞങ്ങളങ്ങനെ പോയി. ഇപ്പോൾ ഫുൾ ടൈം 3 പേര് റോട്ടിലാണ്, സൈക്കിളുമേയാണ് കേട്ടോ.
അപ്പോൾ അമ്മാമ്മയുടെ പൈസ പോയാലും അമ്മാമ്മയ്ക്ക് സന്തോഷം, പിള്ളേർക്ക് ഹാപ്പി ആയല്ലോ എന്നുള്ളതാണ്. പെൻഷൻ കാശ് പോയാലും അമ്മാമ്മയുടെ സന്തോഷം അതാണ്. അപ്പോൾ പിള്ളേരും ഹാപ്പി അല്ലേ. അപ്പോൾ ഇതാണ് ഡീലക്സ് സൈക്കിൾസ് കേട്ടോ, ഞങ്ങൾക്ക് തൃപ്തിയായ കട. അപ്പോൾ ഇതായിരുന്നു എന്ത് വിശേഷം. ടാറ്റ ബൈ ബൈ. കണ്ടോ, അവർ ഹാപ്പി ആയിട്ട് പോവാണ്.